കുറേ ആൾക്കാർ എൻ്റെ ബാക്കിൽ ടെസ്റ്റിക്കിൾസ് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കണം. എന്ന് പറഞ്ഞാൽ അത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് വരുന്ന പറഞ്ഞത്. ഇതാണ് ഗ്രൗണ്ട് സീറോ. അതുപോലത്തെ 2 ടവറുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ട്വിൻ ടവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. 9/11 ഫ്ലൈറ്റ് കൊണ്ടുപോയിട്ട് ഇടിച്ച് ആ വീഡിയോ ഓർമ്മല്ലേ, ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ചിട്ട് 2 ബിൽഡിങ്ങിന് താഴേക്ക് വീണ അത് ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ വർഷം 50 മില്യൺ ആൾക്കാരാണല്ലോ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം 3,30,000 ആൾക്കാരാണല്ലോ ഇവിടേക്ക് വരുന്നത്, ടൈം സ്ക്വയറിലേക്ക് മാത്രം. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും പേടില്ലാത്ത പെൺകുട്ടിനെയും കണ്ട് ഇനി ചാർജിങ് ബുള്ള് എന്ന് പറഞ്ഞാൽ ആ ഒരു കാളുണ്ടല്ലോ, കാളക്കൂറ്റൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇതിലൊക്കെ ഉണ്ടാവുന്ന ആ ചിത്രം ഉണ്ടല്ലോ, ആ ഒരു പ്രതിമ കാണാൻ വേണ്ടി പോവാണ്. ചാർജിങ് ബുള്ളിൻ്റെ പ്രതിമ ആദ്യം ഈ വാൾ സ്ട്രീറ്റ് മറ്റേ നമ്മൾ എക്സ്ചേഞ്ച് ഉണ്ടല്ലേ അതിന് മുന്നിലായിരുന്നല്ലോ, പിന്നെ അവിടുന്ന് കുറച്ചപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചാണ്. അവിടെ സ്ഥലമില്ലായിട്ട് അവിടെ സൗകര്യമില്ലായിട്ട് മാറ്റി സ്ഥാപിച്ചാന്ന് പറഞ്ഞു. അപ്പം പോയി നോക്കണം. അപ്പോൾ ഇതാണ് ചാർജിങ് ബുള്ളിൻ്റെ സ്റ്റാച്ചു ഉണ്ടല്ലേ. ഇത്ര ആൾക്കാർ ഇത് കാണാൻ നിൽക്കണമൊക്കെ. കുറേ ആൾക്കാർ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, കുറേ ആൾക്കാർ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. കുറേ ആൾക്കാർ എൻ്റെ ബാക്കിൽ ടെസ്റ്റിക്കിൾസ് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കണം. എന്ന് പറഞ്ഞാൽ അത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് വരുന്ന പറഞ്ഞത്. എന്താല്ലേ ഓരോരോ ആചാരങ്ങൾ ഉണ്ടല്ലേ. ഇതൊക്കെ അതിൻ്റെ മുന്നിൽ നിന്നുള്ള ഫോട്ടോ എടുക്കാനുള്ള വരി കേട്ടോ. ഓക്കെ, 3200 കിലോ ആണല്ലോ ഇതിൻ്റെ വെയിറ്റ്. 3200 കിലോ വെങ്കലം. എന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇതാണ് വാൾ സ്ട്രീറ്റിലെ കാളക്കൂറ്റൻ. ഇതിന് മുന്നിൽ ഇതിൻ്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വരി കണ്ടില്ലേ, ആ വരി നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഫോട്ടോ എടുക്കേണ്ടതെന്ന് വെച്ചു, ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അതിൻ്റെ റെപ്ലിക്കുകളോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സുവനീറായിട്ട് വേണമെങ്കിൽ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയേക്കാം. അഭിവൃദ്ധിയൊക്കെ വരുന്നവരാണ്. വാൾ സ്ട്രീറ്റിലെ കാളക്കൂട്ടനെ കണ്ട് ഇനി അടുത്ത് കാണാൻ പോകുന്നത് ഗ്രൗണ്ട് സീറോ ആണ്. 9/11 അറ്റാക്ക് കഴിഞ്ഞ ആ സ്ഥലം, ട്വിൻ ടവർ ഇടിഞ്ഞു പൊടിഞ്ഞ് വീണ ആ സ്ഥലമാണ് കാണാൻ പോകുന്നത്, ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഏകദേശം ഒരു 400 മീറ്റർ നടക്കാനുള്ളൂ. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കുലസ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണിത് ഉണ്ടല്ലേ. ഇവിടുത്തെ ഒരു വലിയൊരു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ്. ഒരുപാട് ട്രെയിന് സബ്വേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നുണ്ട്. ഷോപ്പിംഗ് മോളും കൂടിയാണ്, ഒരുപാട് ഷോപ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. വേൾഡ് ട്രേഡ് സെൻറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് എന്നാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബിനെ വിളിക്കുന്ന പേര്. $4 മില്യൺ ചിലവഴിച്ചിട്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഡിസൈനർ വരുന്നത് സ്പാനിഷ് ആർക്കിടെക്റ്റായ സാന്റിയാഗോ കലട്രാവ എന്ന് പറഞ്ഞ ആളാണ്. ഒരു പക്ഷി ഇങ്ങനെ പറക്കണ മാതിരിയാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ളത്. 14 കൊല്ലം എടുത്തിട്ടാണ് ഇതിന് കംപ്ലീറ്റ് ചെയ്ത് പോലും. നമ്മളൊരു കാർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്ക്. 11,500 ടണ്ണ് ഇരുമ്പ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇറ്റലിയിൽ ഉണ്ടാക്കിയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇറ്റലിയിൽ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഇങ്ങോട്ട് ഷിപ്പ് ചെയ്താണ്. ഓക്കെ, എന്താ അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പുറത്തുള്ള അതേ ഡേ ലൈറ്റ് കിട്ടുന്നതാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ പറഞ്ഞത്. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഫുള്ള് 4 ഭാഗത്തുനിന്നും മേലെന്നും ലൈറ്റ് വരുന്ന രീതിയിൽ. മേലേക്ക് നോക്കി ഉണ്ടല്ലേ, ഫുള്ള് ലൈറ്റ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. കുറേ ബ്രാൻഡ്സിൻ്റെ ഷോറൂമുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അല്ലേ. ശരിക്കും ഷോപ്പിംഗ് മോള് തന്നെ. ഒക്കുലസ് കണ്ടിറങ്ങി. ഇനി അടുത്തത് 9/11 മെമ്മോറിയലാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി, സ്ട്രീറ്റ് ക്രോസ് ചെയ്താൽ അടുത്തി അവിടേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് സീറോ. അതുപോലത്തെ 2 ടവറുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ട്വിൻ ടവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. 9/11 ഫ്ലൈറ്റ് കൊണ്ടുപോയിട്ട് ഇടിച്ച് ആ വീഡിയോ ഓർമ്മല്ലേ, ഒരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ചിട്ട് 2 ബിൽഡിങ്ങിന് താഴേക്ക് വീണ അത് ഇവിടെ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും മനസ്സിലേക്ക് വരികയാണ്. ആ ബിൽഡിങ്ങിൽ നിന്ന സ്ഥലമാണിത്. ഇതൊക്കെ അവിടെ പൂളാണ്. ഇപ്പോൾ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വെള്ളമൊന്നുമില്ല.
നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നോർത്ത് പോളിലാണ് ഇങ്ങനെ മെയിൻ്റനൻസ് നടക്കുന്നത്. സൗത്ത് പോളുണ്ട് ഇവിടെ, അവിടേക്കൊന്ന് പോയി നോട്ടെ. ടിൻഡർ തകർന്ന് മരിച്ച 3000-ഓളം ആൾക്കാരുടെ പേരുകൾ ഇവിടെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്, ഉണ്ടല്ലേ. അതിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ഫയർ ഫൈറ്റേഴ്സ് ഉണ്ട്, സാധാരണ ജനങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ചില ആൾക്കാരുടെ പേരിൻ്റെ അടുത്ത് പൂ വെച്ചിട്ടുണ്ട്. ഇതാണ് സൗത്ത് പോള്, ഉണ്ടല്ലേ. നാല് ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴേക്ക് വീണിട്ട് പിന്നെ നടുവിലൊരു സ്ക്വയറിലൊരു കുഴി, ആ കുഴിയിലേക്ക് വെള്ളം പോവാണ്. അത് ഗ്രൗണ്ട് സീറോ. നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ഇത് സൗത്ത് പോളാണ്. നോർത്ത് പോളിലൂടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സൗത്ത് പോൾ. ടിൻ ടവറിൽ ഒരു ടവർ ഇവിടെ ആയിരുന്നു, ഒരു ടവർ നേരത്തെ നോർത്ത് പോൾ കണ്ടില്ലേ, അവിടെയായിരുന്നു. ഈ സൗത്ത് പോളിൽ മരിച്ച ആൾക്കാരുടെ പേരുകളാണ് ഇവിടെ, ഉണ്ടല്ലേ. 2 ബിൽഡിങ്ങിലും മരിച്ച ആൾക്കാരുടെ പേര് ആ ബിൽഡിങ്ങിൻ്റെ ആ ബിൽഡിംഗ് നിന്ന സ്ഥലത്തുണ്ടാക്കിയ സ്കൂളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മരിച്ച ഓരോരുത്തരും എന്തിൽ വർക്ക് ചെയ്തെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ദ ലാഡർ 118, ദ ഹസ്മത്ത് ഓപ്പറേഷൻ, സ്പെഷ്യൽ ഓപ്പറേഷൻ ബറ്റാലിയൻ. ഇയാൾ മരിച്ചത് റെസ്ക്യൂ 4, കെവിൻ ക്രിസ്റ്റഫർ ഡൗഡൽ, റെസ്ക്യൂ 4-ലായിരുന്നു, എൻജിൻ 154. അപ്പോൾ അതായിരുന്നു 9/11 മെമ്മോറിയൽ ഗ്രൗണ്ട് സീറോ എന്നൊക്കെ പറഞ്ഞു. ലോക ചരിത്രത്തിൽ ആദ്യമായി വിമാനം തട്ടിയെടുത്തിട്ട് 2 ബിൽഡിംഗ് തകർത്തിട്ട് 30,000-ഓളം നിരപരാധികളായ ആൾക്കാരെ കൊന്നൊടുക്കിയ ഒരു മെമ്മോറിയൽ. കുറേ നേരം നടക്കണം. അപ്പോൾ അവിടെ ഇരുന്നു. ഈ 9/11 മെമ്മോറിയലിൻ്റെ അടുത്തൊരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. പക്ഷേ മ്യൂസിയത്തിൽ ഭയങ്കര തിരക്കാണ്, ലൈന് ഒരുപാട് നീണ്ട ലൈനാണ്. അവിടെ നിന്ന് കഴിയുകയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് 9/11 മെമ്മോറിയലിൽ നിന്ന് ഇറങ്ങുകയാണ്. കഴിഞ്ഞപ്പോൾ അടുത്ത് പോകാനിരിക്കുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. ന്യൂയോർക്ക് വന്നിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടില്ലേ, മോശമല്ലേ. അപ്പോൾ അത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഫെയർ കിട്ടാമെന്ന് അറിയില്ല. സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്കുള്ള ഫെയർ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഒരു സ്ഥലത്ത് പോയി, ഇപ്പോൾ അവിടെ അല്ല എന്ന് പറഞ്ഞു, അവിടെ വേറെ അങ്ങോട്ടൊക്കെ പോകണം ഫെയർ ഉള്ളത്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടന്നാൽ അപ്പുറത്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്കുള്ള ഫെയർ കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പം നടന്നു നോക്കട്ടെ. ഈ ബോട്ടിൻ്റെ മുകളിലൊരു ഹെലികോപ്റ്റർ നിർത്തി വയ്ക്കേ. ഒക്കെ നല്ല ലക്ഷറി ഓട്ടോകളാണ് കേട്ടോ. ഇതൊക്കെ നിർത്തിയിട്ട് നല്ല എക്സ്പെൻസീവ് ഓട്ടോകളാണ് ഇതൊക്കെ. പ്രൈവറ്റ് ആവുന്നുണ്ട്. ന്യൂയോർക്കിൽ വന്നിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോകണ മോശമല്ല. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോവാണ്. ഒരു 4 മണിക്കൂറിന് ടൂറുണ്ട്. ആ 4 മണിക്കൂറിന് ടൂറിന് പോയിക്കാണെങ്കിൽ ഇപ്പോൾ വേറെ പരിപാടികൾ നടക്കില്ല. കാരണം വേറെ സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് നടക്കില്ല. കാരണം ഇന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇന്ന് നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട് മെക്സിക്കോയിലേക്ക്. അപ്പോൾ ഒരു 1 മണിക്കൂറിൻ്റെ ടൂറുണ്ട്. 1 മണിക്കൂർ ഈ റിവറിൽ ഫുള്ള് കറക്കി തരും. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ അടുത്ത് വരെ പോകുമെന്ന് പറഞ്ഞു. ആ ടൂറാണ് എടുക്കാൻ പോകുന്നത്. 1 മണിക്കൂറിന് $37 ചാർജ് ചെയ്യുന്നവർ. അപ്പോൾ അതിൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ട്. അവിടെ പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് 1 മണിക്കൂറിൻ്റെ ടൂർ പോയി കേട്ടോ. അവർ സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുന്ന പറഞ്ഞ്, അതുമാതിരി മൻഹാട്ടൻ ബ്രിഡ്ജ്, ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുന്ന പറഞ്ഞ്. ബോട്ടിൽ കയറി ഏകദേശം 100-300 ആൾക്കാരുണ്ട് ഈ ബോട്ടിൽ. ഇരിക്കാനൊക്കെ സീറ്റ് ഉണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ എണീച്ച് നിൽക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. ഹഡ്സൺ റിവറിലൂടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയുടെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയും ഈ ബോട്ട് കടന്നു പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഇതിന് ഒരു സ്പൈഡർമാൻ ബ്രിഡ്ജ് എന്ന് പറയാറുണ്ട്. കാരണം സ്പൈഡർമാൻ ഫിലിമിലൊക്കെ കാണിച്ചിട്ടുണ്ട് ബ്രിഡ്ജ്. The second bridge in this area is the Manhattan Bridge. ഇത് ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ അടുത്ത് തന്നെയുള്ള മാൻഹാട്ടൻ ബ്രിഡ്ജാണ്. Take out your cell phone, let's unlock the city. അങ്ങനെ ബോട്ടിൽ ഏകദേശം ഒരു 1/2 മണിക്കൂർ യാത്ര ചെയ്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എത്തി. ന്യൂയോർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. 1886 ഒക്ടോബർ 28-നാണ് ഈ പ്രതിമ അനാവരണം ചെയ്തത്. ഫ്രഞ്ചുകാർ അമേരിക്കക്കാർക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണിത്. അമേരിക്കയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 100-ാം വാർഷികത്തെയും അവർ ഫ്രാൻസിലെ ജനങ്ങളുമായുള്ള സൗഹൃദത്തെയും ആദരിക്കാൻ വേണ്ടിയാണ് ഫ്രഞ്ച് ജനത ഈ സ്റ്റാച്യു അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്. കയ്യിലൊരു ടോർച്ചും പിടിച്ച് ലോക ജനതയ്ക്ക് മുഴുവൻ പ്രകാശം കാണിക്കാൻ എന്നുള്ള രീതിയിലാണ് ഈ 93 മീറ്റർ ഉയരത്തിലുള്ള പ്രതിമ ഫ്രഞ്ച് ഗവൺമെൻറ് നിർമ്മിച്ചത്. നമ്മൾ പാരീസിലെ ഐഫൽ ടവർ ഉണ്ടാക്കിയ ഗുസ്താവ് ഐഫലാണ് ഇതിലെ ഇതുണ്ടാക്കിയ ഒരു ശില്പി. ലോഹ ചട്ടക്കൂട്ടുണ്ടാക്കിയത് അങ്ങേരാണ്. ഇത് ഫ്രാൻസിൽ നിന്ന് ഫുള്ള് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് കപ്പൽ മാർഗം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടു, അതിൻ്റെ കഥകളും കേട്ടു. ബോട്ട് തിരിച്ചു പോവാണ്.
അടുത്ത പ്ലാന് സെൻട്രൽ പാർക്ക് കാണാനാണ്. അപ്പം ബോട്ട് കരയിലെത്തിയിട്ട് വേണം സെൻട്രൽ പാർക്കിലേക്ക് നടക്കാൻ. സെൻട്രൽ പാർക്കിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല. ഇപ്പോൾ ഇവിടെ ചെറിയ സ്റ്റോളുകളുണ്ട്. അവിടുന്ന് ചിക്കൻ ഓവർ റൈസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഒന്നുമില്ല, കുറച്ച് ചോറും കുറച്ച് ചിക്കനും അത് വാങ്ങി ഇവിടെ തന്നെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. അവിടെ ചിക്കൻ ഓവർ റൈസ് സോസ് വെച്ചിട്ട് ഭയങ്കര എരിവ്. ഇതാണ് സെൻട്രൽ പാർക്ക്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഉള്ളിൽ പോകണം. ന്യൂയോർക്കിൽ നിന്ന് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് സെൻട്രൽ പാർക്ക്. അവിടെ ഇപ്പോൾ ഉള്ളത് ഇത് 853 ഏക്കർ വ്യാപിച്ചെടുക്കുന്ന ഒരു പാർക്കാണ് പോലും. 853 ഏക്കർ എന്ന് പറയുമ്പോൾ ഈ മൊണാക്കോ എന്ന് പറയുന്ന രാജ്യക്ക് 500 ഏക്കറുള്ളൂ. അപ്പോൾ ഇതൊരു വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതൊരു ഇവിടെയുള്ള ഏറ്റവും പഴക്കമുള്ളൊരു പാർക്ക് കേട്ടോ. ഒരുപാട് ഫിലിമുകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവഞ്ചേഴ്സ്, എൽഫ്, സ്റ്റുവർട്ട് ലിറ്റിൽ, അങ്ങനെ ഒരുപാട് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോൾ പോയാലും ഒരു ക്യാമറ ക്രൂ ഇവിടെ കാണാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു ഷാറുഖ് ഖാൻ്റെ ഹിന്ദി മൂവി ഉണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നുപോയി, അതിവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ന്യൂയോർക്കിൽ സെൻട്രൽ പാർക്ക് ഷൂട്ട് ചെയ്ത ഷാറുഖ് ഖാൻ മൂവിയുടെ പേരറിയെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞിടും. ആണ് കൊളംബസിൻ്റെ പ്രതിമയാണത്. ഇവിടെ കാണാനുള്ള സംഭവങ്ങളൊക്കെ എവിടെ നിന്നൊന്നും അറിയില്ല. ഗൈഡഡ് ടൂറൊക്കെ ഉണ്ട്, ബൈക്കുകാരൊക്കെ ഉണ്ട്, മറ്റേ ഇതുണ്ടല്ലോ വണ്ടികൾ, കുതിരവണ്ടിയും കാര്യങ്ങളൊക്കെ. അതിനൊക്കെ ഭയങ്കര ചാർജാണ്. $100, $150 ഒക്കെ ഉണ്ട്. ചില വണ്ടിക്കാരൊക്കെ മിനിറ്റിന് $5 ചോദിക്കണം. അപ്പോൾ അത് ശരിയാവില്ല വിചാരിച്ച് നടന്നു പോട്ടെ. നടക്കുമ്പോൾ കാണുന്നത് കണ്ടാൽ മതി. Lavorare, esa mujer, lavorare, no sé con qué, si con gasolina, un papel de liga o tiene lo gasoil. ഒരുപാട് സ്ട്രീറ്റ് പെർഫോമേഴ്സ് ഉണ്ട്, പിന്നെ ആർട്ടിസ്റ്റുകളുണ്ട്, ചിത്രം വരയ്ക്കുന്ന, പോർട്രേറ്റൊക്കെ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഈ സോലിയേഴ്സ് വെക്കണ കുറേ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ഈ തടാകത്തിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മാൻമെയ്ഡ് ആണല്ലോ, അതൊക്കെ ഉണ്ടാക്കിയതാണല്ലോ, ഇവിടെ ഒന്നുമില്ലായിരുന്നു. ആമകൾ കണ്ടില്ലേ, ഇത്ര നമുക്ക് ബോട്ടിങ്ങിന് പോകാനുള്ള വരി കേട്ടത്. 58 മൈൽ പെഡസ്ട്രിയൻ വാക്ക് ഉണ്ട് ഇതിനുള്ളിൽ നിന്ന്. പെഡസ്ട്രിയനിൽ ആൾക്കാർക്ക് നടക്കാനുള്ള വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 58 മൈൽസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 100 കിലോമീറ്ററിന് അടുത്തായി അല്ലേ? അത്രയും ദൂരം നടക്കണതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ആരെന്ന് കടന്നു തരാനാ? Zionists, they born from Jews, they came from Jews, but they threw away the Jewish belief. So Judaism is just a religion, just something to serve the Almighty, that's all. Yeah, one of the 10 commandments, we are forbidden to kill people. അവിടെ ജൂയിഷ് പ്രീസ്റ്റ് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് ഒരു ബോർഡൊക്കെ കൊണ്ട് നിൽക്കുന്നുണ്ട്. അയാൾ അഗെയിൻസ്റ്റ് വാർ എന്നൊക്കെ പറഞ്ഞിട്ട്. റിയൽ ജ്യൂസ് ഇങ്ങനെ ചെയ്യില്ല, അവരാൾക്കാരെ കൊല്ലൂല എന്നൊക്കെയാണ് ആൾ പറയണത്. അത് കേട്ട് കുറച്ച് നേരം നിന്ന് ഇനി ഇവിടെ ഒരു ബോ ബ്രിഡ്ജ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ എന്തൊരു കാമായ സ്ഥലം, എന്തൊരു തണുപ്പുള്ള സ്ഥലം. ന്യൂയോർക്ക് സിറ്റിൻ്റെ ഉള്ളിലും ഈ കോൺക്രീറ്റ് കാടിൻ്റെ ഇടയിൽ ഇങ്ങനെ തണുപ്പുള്ളൊരു സ്ഥലം, അതും 850 ഏക്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ഇതാണ് ബോ ബ്രിഡ്ജ്. എന്താ ഇതിൻ്റെ അപ്പുറത്തുനിന്നുള്ള വ്യൂ ആവും നല്ല ഭംഗിയുണ്ടാവുക. ഇതിന് മേലെ നിന്നുള്ള വ്യൂ കുഴപ്പമില്ല, പക്ഷെ അപ്പുറത്തും പോയോട്ടെ. ഇവിടെ സെൻട്രൽ പാർക്കിൽ ഓരോ എന്താ പറയുക, ഈ ഇതുണ്ടല്ലോ ബെഞ്ചുകൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്തട്ടോ. ഇതിൽ എഴുതി നോക്കിയാൽ
to Arun Daggal for his love of Central Park. Happy 66th birthday. Fondly Rita, Anu, Vandana and Sahir. ഇന്ത്യൻ ഫാമിലി ആവും എന്തായാലും അല്ലേ. സെൻട്രൽ പാർക്കിൽ ഒരു 100 നിമിഷം പോലും കണ്ടില്ല. പക്ഷെ തിരിച്ചു പോവാണ്. ഒന്നാമത് രാവിലെ വന്ന് നടക്കുകയാണ്, കാലൊക്കെ വഴിച്ചിട്ട് വയ്യ. ഇനിയും ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാത്രി തിരിക്കുകയാണ്. അപ്പോൾ ന്യൂയോർക്കിൽ വന്നാൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട 2 കാര്യങ്ങൾ കൂടെ. ഒന്ന് ടൈം സ്ക്വയറാണ്. രണ്ടാമത്തത് ടോപ്പ് ഓഫ് ദി റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്സർവേഷൻ ഡെക്കാണ്. ഒരു പനോരമിക് വ്യൂ, ന്യൂയോർക്ക് സിറ്റിൻ്റെ ഫുൾ പനോരമിക് വ്യൂ കിട്ടുന്നൊരു ഒബ്സർവേഷൻ ഡെക്കാണ്. അപ്പോൾ അതിലും കൂടിയാണ് കയറണം. അപ്പം ഇനി ഈ ടോപ്പ് ഓഫ് ദി റോക്കിലേക്കാണ് പോകാൻ പോകുന്നത്. ടൈം സ്ക്വയറിലേക്ക് രാത്രി പോകണുള്ളൂ. കാരണം ടൈം സ്ക്വയറിൽ രാത്രിയാണ് ഭംഗി ഉണ്ടാവുക. ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബിൽ ബോർഡൊക്കെ കണ്ടില്ലേ, അത് രാത്രിയാണ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ടൈം സ്ക്വയറിലേക്ക് രാത്രിയാണ് പോവുക. ഇനിയിപ്പോൾ ടോപ്പ് ഓഫ് ദി റോക്ക് പോകണം. എങ്ങനെ പോകണമെന്ന് അറിയില്ല, നോക്കട്ടെ. പുറത്തിറങ്ങിയിട്ട് സെൻട്രൽ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഊബറോ അല്ലെങ്കിൽ നടക്കാൻ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. നടക്കാൻ അധികം ഉണ്ടെങ്കിൽ ഊബർ വിളിക്കണം. ഇനി അധികം നടക്കാൻ വയ്യ, കാലൊക്കെ പണിയുണ്ട്. ടോപ്പ് ഓഫ് ദി റോക്ക് ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തുന്നില്ല. ഇവിടെയൊക്കെ മൈൽസിൽ കാണിക്കുന്നുണ്ട്. 0.90 മൈൽസ് കാണിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത വന്ന് നടന്നിട്ട് എത്തുന്നില്ല. ടോപ്പ് ഓഫ് ദി റോക്ക് ഒബ്സർവേഷൻ ഡെക്കിലേക്ക് പോകുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാത്ത, പക്ഷേ എവിടെയെന്നറിയില്ല. ടോപ്പ് ഓഫ് ദി റോക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ടിക്കറ്റ് തീർന്നു പോയി. ഇനി നാളെ രാവിലേക്ക് ടിക്കറ്റ് ഉള്ളൂ. അപ്പോൾ നാളെ രാവിലെ വരെ നിൽക്കാൻ സമയമില്ലല്ലോ. ഞാൻ ഇന്ന് പോളിസിക്ക് പോകും. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഇനി ടൈം സ്ക്വയർ കാണാനുണ്ട്. അപ്പം ഭയങ്കര ക്ഷീണം. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഈ വാട്ടർ ഫോണ്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഒരു വാട്ടർ ഫോണ്ട് കണ്ടു. ആൾക്കാർ ഇതിൽ പൈസ ഇട്ട് പോകട്ടോ. ഒരാൾ പോയി വെറുക്കണൊക്കെയ പൈസ. ന്യൂയോർക്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ കൊതിച്ച സംഭവം അവസാനത്തെ കൊച്ചാണ്. സൺസെറ്റ് കഴിഞ്ഞിട്ട് കാണാൻ വിചാരിച്ചു. ടൈം സ്ക്വയർ ന്യൂയോർക്ക്. വാവ്. 24 മണിക്കൂർ ഓപ്പൺ ആണെങ്കിലും സൺസെറ്റിന് ശേഷമാണ് ടൈം സ്ക്വയർ കാണാൻ ഭംഗി. ഈ ബിൽ ബോർഡുകളൊക്കെ നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. 1904 അമേരിക്കയിലെ പത്രമായ ന്യൂയോർക്ക് ടൈംസ് ഈ ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷമാണ് ഈ സ്ക്വയറിന് ടൈം സ്ക്വയറിന് പേര് കിട്ടിയത്. ഇത് നോക്കിയാൽ ഒരുപാട് കമ്പനിൻ്റെ ബിൽ ബോർഡുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബിൽ ബോർഡ് ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മില്യൺ മുതൽ 4 മില്യൺ വരെയാണല്ലോ ഇവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഏറ്റവും വലിയ ബിൽ ബോർഡ് എന്ന് പറയുന്നത് നാസ്ഡാക്കിൻ്റെ ഒരു ബിൽ ബോർഡാണ്. അതിന് 37 ഫീറ്റാണ് അതിൻ്റെ ഹൈറ്റ്. 37 മില്യൺ ആണല്ലോ അതുണ്ടാക്കാനുള്ള ചിലവ്. ആലോചിച്ച് നോക്കിയേ, 37 മില്യൺ ഒരു ബിൽ ബോർഡിന്. 2009 വരെ ഈ സ്ട്രീറ്റ് കൂടെയൊക്കെ കാറുകൾ പോയിരുന്നതാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഇത് ഫുള്ള് പെഡസ്ട്രിയന് മാത്രമാക്കി മാറ്റിയത്. വേറെ കൂടി ഉള്ളത് 2011 ശേഷമാണല്ലോ ഈ ഏരിയയിൽ ഈ ടൈം സ്ക്വയർ സ്മോക്ക് ഫ്രീ ആക്കിയത്. ഇവിടെ ഇപ്പോൾ സ്മോക്ക് ചെയ്താൽ ഫൈന് $50 ആണ്. $50 ഇവിടെ സ്മോക്ക് ചെയ്താലുള്ള ഫൈന്. എത്ര ആളുകൾ ഇവിടെ അറിയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെന്നുള്ളത്. ഓരോ വർഷം 50 മില്യൺ, ഓരോ വർഷം 50 മില്യൺ ആൾക്കാരാണല്ലോ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം 3,30,000 ആൾക്കാരാണല്ലോ ഇവിടേക്ക് വരുന്നത്, ടൈം സ്ക്വയറിലേക്ക് മാത്രം. ഇവിടുത്തെ സബ്വേ സ്റ്റേഷനാണ് ഈ അമേരിക്കയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ക്യാരി ചെയ്യുന്ന സബ്വേ സ്റ്റേഷൻ. അപ്പോൾ ടൈം സ്ക്വയറിലെ ഈ കാഴ്ചകളോടെ ഈ വീഡിയോയുടെ നിർത്താണ്. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.